നല്ല ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയിൽ നിർത്തി പോകേണ്ടി വന്ന 4 കാറുകൾ. ആദ്യത്തെ നമ്മുടെ വോക്സ്വാഗൻ പോളോ തന്നെയാണ്. നല്ല പെർഫോമൻസും നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള അപ്ഡേറ്റും അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2022 പ്രൊഡക്ഷൻ ഒഫീഷ്യലി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും എന്തൂസിയാസ്റ്റുകളുടെ ഫേവറേറ്റ് തന്നെയാണ് പോളോ. അടുത്തായിട്ട് നമ്മുടെ റെനോയുടെ ഡസ്റ്റർ ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിൻ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇന്നും റെനോയുടെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി ഏതെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം അത് ഡസ്റ്റർ എന്ന് തന്നെയായിരിക്കും. അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടി തന്നെയായിരുന്നു. പക്ഷേ സെയിൽസ് നല്ല രീതിയിൽ കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇത് പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്നു. അടുത്തായിട്ട് നമ്മുടെ മാരുതി സുസുക്കി കിസാഷിയാണ്. കാലം തെറ്റിറങ്ങിയ ഒരു ഫ്ലാഗ്ഷിപ്പ് സെഡാൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു 2.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അത്രയും പെർഫോമൻസും അത്രയും പ്രൈസും ഉള്ള ഒരു വണ്ടി മാരുതിയുടെ കയ്യിൽ നിന്ന് എടുക്കാൻ അന്നത്തെ ഇന്ത്യക്കാർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെറും 3 വർഷം മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 2014 ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ആയിട്ട് നമ്മുടെ മഹേന്ദ്രയുടെ അൾട്രസ് G4 ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡറായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു SUV തന്നെയായിരുന്നു അൾട്രസ് G4 എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു SUV ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായിട്ട് മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അൾട്രസ് G4 സാധിച്ചില്ല. അങ്ങനെ പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്നു. ആ ജാപ്പനീസ് SUV അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ.